ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോ വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങളെ ഒരു കാര്യത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കണക്കൂട്ടിക്കോളൂ. ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് എൻ്റെ 2-3 പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് ധാരാളം ആൾക്കാരുടെ എൻക്വയറീസ്, ചില കാര്യങ്ങളിലുള്ള ആൾക്കാർ ക്ലാരിഫിക്കേഷൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ട്. നമുക്ക് പല ഡീറ്റെയിലിങ്ങും നമുക്കൊരു വാചകത്തിൽ കൂടെയോ ഒരു പേജിൽ എഴുതിയാലോ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ഏറ്റവും ബെസ്റ്റാണ് മനസ്സിലാകുന്നതിനാണ് നമ്മൾ ചാർട്ട്സിൽ കാണിച്ചു കൊടുത്താൽ മാത്രം ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സെഷൻ ഈ വരുന്ന ഞായറാഴ്ച രാത്രി 9 മണിക്ക് നമുക്ക് സൂം സെഷനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും പങ്കെടുക്കാം. പ്രൈസ് ആക്ഷനെ കുറിച്ച്, അതിനെക്കുറിച്ചുള്ള ലേണിംഗ്, അതിനെക്കുറിച്ചുള്ള മനസ്സിലാക്കാനായിട്ട്. നമുക്ക് ഒരു ബാങ്ക് നിഫ്റ്റി വർക്കൗട്ട് ചെയ്യാം, നമുക്ക് ഇൻട്രാഡേ ചാർട്ട്സ് വർക്കൗട്ട് ചെയ്യാം, നമുക്ക് സ്വിംഗ് ട്രേഡ് ചാർട്ട്സ് വർക്ക് ചെയ്യാം. നമുക്ക് എന്തെല്ലാം ഒരു 1 hour അല്ലെങ്കിൽ 2 hourനുള്ളിൽ വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു, അത്രയും പ്രൈസ് ആക്ഷൻ അനാലിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യം നമുക്ക് വർക്കൗട്ട് ചെയ്യാം. പ്രൈസ് ആക്ഷൻ്റെ പല സീക്രട്സും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തീർച്ചയായും സാധിക്കും. പ്രൈസ് ആക്ഷനാണ് ട്രേഡിങ്ങിൻ്റെ ഏറ്റവും ഹേർട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. പ്രൈസ് ആക്ഷൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ. എന്താണ് പ്രൈസ് ആക്ഷൻ? പ്രൈസും വോളിയം തമ്മിലുള്ള ആ റിലേഷനെ മനസ്സിലാക്കുക. അത് കൺവേർജൻസ് ആണോ ഡൈവേർജൻസ് ആണോ എന്ന് മനസ്സിലാക്കുക. ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാൻഡിൽസ് കാണിക്കുന്ന ക്യാരക്ടേഴ്സ് മനസ്സിലാക്കുക. അതിൻ്റെ അകത്തുനിന്നാണ് നമ്മൾ ബയർ സെല്ലർ സൈക്കോളജി മനസ്സിലാക്കുന്നത്. ഇതാണ് പ്രൈസ് ആക്ഷൻ എന്നുള്ളതിൻ്റെ ഒരു എന്ന് വേണമെങ്കിൽ എനിക്ക് തീർച്ചയായും പറയാൻ സാധിക്കും. ശ്രദ്ധിക്കേണ്ട കാര്യം, 1-2 സെഷൻ ഇരുന്നുകൊണ്ടൊന്നും പ്രൈസ് ആക്ഷൻ പഠിക്കാൻ തീർച്ചയായും സാധിക്കത്തില്ല. പ്രൈസ് ആക്ഷൻ പഠിക്കണമെങ്കിൽ നമ്മുടെ ആയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഡെഡിക്കേഷൻ വേണം. ധാരാളം ചാർട്ട്സുകളിൽ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിംസിൽ ക്യാൻഡിൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു, വോളിയം എങ്ങനെ വർക്ക് ചെയ്യുന്നു, പ്രൈസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ റിലേഷൻസ് മനസ്സിലാക്കി നമ്മൾ കുറേ നാൾ ഒബ്സർവ് ചെയ്താൽ മാത്രമേ കറക്റ്റായിട്ട് ക്യാച്ച് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ എന്തുകൊണ്ട് ഒരു സെഷൻ വെക്കുന്നു എന്ന് വെച്ചാൽ, നമുക്ക് എല്ലാ നല്ല കാര്യങ്ങൾക്കും ഒരു തുടക്കം വേണം, ഒരു ബിഗിനിങ് വേണം. ആ ബിഗിനിങ് ആയിട്ട് മാത്രമേ നിങ്ങൾ ഈ സെഷനെ എടുക്കാവുള്ളൂ. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഐ ഇൻവൈറ്റ് യു. ഈ വരുന്ന ഞായറാഴ്ച രാത്രി 9 മണിക്കാണ് സൂം സെഷനാണ്. താല്പര്യമുള്ളവർക്ക് prosip23@gmail.com മെയിൽ അയച്ചാൽ ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. ഈ സെഷനിൽ നമ്മുടെ സിഎൻആർ സ്റ്റുഡൻസ് ആരുമില്ല. സിഎൻആർ എൻ്റെ പേഴ്സണലായിട്ടുള്ള സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പാണ്. സിഎൻആർ സ്റ്റുഡൻസ് ആരുമില്ല. ഉള്ളി എൻ്റെ സ്റ്റുഡൻസ് അല്ലാത്ത ആൾക്കാർ മാത്രമേ ഉള്ളൂ. രണ്ടാമത്തെ പോയിന്റ്, നമ്മുടെ സീന ഇൻസ്പിറേഷൻ മീറ്റ് കഴിഞ്ഞ ആഴ്ച നടന്നിരുന്നു. ഫാൻറ്റാസ്റ്റിക് ആയിട്ടാണ് അത് നടന്നത്. സീന സ്റ്റുഡൻസ് മാത്രമല്ല, ധാരാളം ആൾക്കാർ വെളിയിൽ നിന്ന് പങ്കെടുത്തു. നമ്മുടെ ഇൻസ്പിറേഷൻ മീറ്റ് എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ 2 സ്റ്റുഡൻസിൻ്റെ പെർഫോമൻസിൻ്റെ ബേസ്. ധാരാളം സ്റ്റുഡൻസ് പെർഫോം ചെയ്യുന്നുണ്ട്. എല്ലാവരുടെ പെർഫോമൻസ് നമുക്ക് ഒരുമിച്ച് ഷെയർ ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ 2 ഫീമെയിൽ സ്റ്റുഡൻസ്, ഒരാൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആ ലെവലിൽ നിന്നും ടോട്ടലി ഫുൾ ട്രേഡറായിട്ട് മാറിയ ഒരു ലേഡിയാണ്. രണ്ടാമത്തെ ആൾ ഡോക്ടറായിട്ട് സ്റ്റിൽ ഷീ ഈസ് വർക്ക് ആസ് എ ഡോക്ടർ. ആദ്യത്തെ കുട്ടി കംപ്ലീറ്റ് ആയിട്ട് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ആ ലെവലിൽ നിന്നും കംപ്ലീറ്റ് ട്രാൻസിഷൻ, ഫുൾ ടൈം ട്രേഡിലേക്ക് ട്രാൻസിഷനിൽ ആ കുട്ടി ഷീ ഈസ് മേക്കിംഗ് അറൌണ്ട് 3.5 lakhs പെർ മന്ത് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഓൺ ആൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് 20 lakhs ആണ്. രണ്ടാമത്തെ കുട്ടി ആനുവൽ YOY എടുക്കാൻ നേരത്തെ 74% ആണ് ആ കുട്ടിയുടെ ആനുവൽ റിട്ടേൺ വന്നിരിക്കുന്നത്. ഈ 2 കുട്ടികളും എൻ്റെ ശിഷ്യരാണെന്നുള്ള കാര്യത്തിൽ ഐ എം സോ മച്ച് പ്രൗഡ് ഓഫ് ദാറ്റ്. ഇവരെങ്ങനെ പ്ലാൻ ചെയ്യുന്നു, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏതെല്ലാം ടൈം ഫ്രെയിമിലാണ് വർക്ക് ചെയ്യുന്നത്, ഏതെല്ലാം സ്റ്റോക്കിനാണ് ഫോളോ ചെയ്യുന്നത്, അവരുടെ ഡിസിപ്ലിൻ എന്തെല്ലാമാണ്, അവരുടെ ഒബ്സർവേഷൻ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിലിംഗ് ആണ് കഴിഞ്ഞ സീന ഇൻസ്പിറേഷൻ മീറ്റിൽ നമ്മൾ ചെയ്തത്. അത് റെക്കോർഡിങ് ഞാൻ എടുത്ത് വെച്ചിരുന്നു. പക്ഷേ ധാരാളം ഓവർവെൽമിംഗ് റെസ്പോൺസ് ആണ് റെക്കോർഡിങ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ച് എന്തുകൊണ്ട് ഒന്നുകൂടെ ഒരു ഇൻസ്പിറേഷൻ മീറ്റ് വെച്ചുകൂടാ, ഇവരെ തന്നെ അക്കോമഡേറ്റ് ചെയ്തുകൊണ്ട് അത് വെച്ചുകൂടാന്നുള്ളതിൻ്റെ പുറത്ത് ഐ എം ജസ്റ്റ് പ്ലാനിങ് ഇറ്റ്. ഞാൻ ഇവരോട് സംസാരിച്ചിട്ടില്ല. ഇവരുടെ ഫ്രീ ടൈം കൂടെ കിട്ടിയിട്ട് വേണം ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു മീറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. ആ മീറ്റിലും താങ്കൾക്ക് പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും അതും prosip23@gmail.com മെയിൽ ചെയ്താൽ അവരുമായിട്ട് സംസാരിച്ച ശേഷം ഞാൻ ആ ഡേറ്റ് ഫിക്സ് ചെയ്യുന്നതായിരിക്കും. ഈ 2 കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു ചെറിയ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. തീർച്ചയായും പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കൺസെപ്റ്റ്. നമ്മളെല്ലാ വേളത്തിൽ നിന്ന് മാറി പഠിച്ചാൽ മാത്രമേ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാകത്തുള്ളൂ, നമുക്ക് സ്റ്റെബിലിറ്റി ഉണ്ടാകത്തുള്ളൂ, നമുക്ക് സക്സസ് ഉണ്ടാകത്തുള്ളൂ. സക്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് കിട്ടുന്ന കാര്യമൊന്നുമില്ല. നമ്മൾ കുറേ നാൾ ചെയ്ത് കിട്ടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന, നമ്മുടെയൊക്കെ എഫർട്ട്. ഈ 2 മീറ്റിലും ഞാൻ തീർച്ചയായും താങ്കളെ പ്രതീക്ഷിക്കുന്നു, ഇൻവൈറ്റ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച്.